നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വർക്കലയിൽ വളരെ ഭീകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടിയെറിഞ്ഞ അക്രമിയുടെ കൊടും ക്രൂരത. ഗുരുതരമായി പരിക്കേറ്റ തിരുവനന്തപുരം പേയാട് സ്വദേശി സോനു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 19 വയസ്സുകാരിക്കാണ് ദുരനുഭവം നേരിടേണ്ടി വന്നിരിക്കുന്നത്. സംഭവത്തിൽ വെള്ളറട പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറിനെ RPF കൊച്ചുവേളി സ്റ്റേഷനിൽ നിന്ന് പിടികൂടി. സോനുവിന്റെ സുഹൃത്തായ പെൺകുട്ടിയെ ഇയാൾ തള്ളിയിടാൻ ശ്രമിച്ചു. പക്ഷേ മറ്റ് യാത്രക്കാർ എത്തിയതോടെ ഇയാൾ ശ്രമം ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രി 8:30 ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് വർക്കല IND പാലത്തിന് സമീപം എത്തിയപ്പോഴായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. യുവതികൾ ആലുവയിൽ നിന്നും സുരേഷ് കോട്ടയത്ത് നിന്നുമാണ് ട്രെയിനിൽ കയറിയത്. മദ്യലഹരിയിലായിരുന്ന ഇയാൾ കയറിയതു മുതൽ അപമര്യാദയായി പെരുമാറി. സോനുവിനെ ചവിട്ടി താഴെയിട്ടത് കണ്ട് തടയാൻ ശ്രമിച്ചപ്പോൾ തടയാനെത്തിയ സുഹൃത്തായ പെൺകുട്ടിയെ ഇയാൾ തള്ളി താഴെയിടാൻ ശ്രമിച്ചു. ചവിട്ടുപടിയിൽ പിടിച്ചു നിൽക്കാനായതുകൊണ്ടും മറ്റ് യാത്രക്കാർ ഇടപെട്ടതുകൊണ്ടുമാണ് താഴെ വീഴാതിരുന്നത്. ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന സോനു സുഹൃത്തായ യുവതിയും ടോയ്ലറ്റിലേക്ക് പോയി. സോനുവിനെ വാതിലിന് സമീപം നിർത്തി യുവതി ടോയ്ലറ്റിൽ കയറി. ഇവർ പുറത്തിറങ്ങിയപ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ പ്രതി സോനുവിനെ മുതുകിൽ ചവിട്ടി തള്ളിയിടുകയായിരുന്നു. ബഹളം വെച്ച് പെൺകുട്ടിക്ക് നേരെ തിരിഞ്ഞ പ്രതി കയ്യിൽ കടന്നു പിടിച്ച് വലിച്ചു പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചെങ്കിലും യുവതി കമ്പാർട്ട്മെന്റിലെ കമ്പിയിൽ പിടിച്ച് തൂങ്ങിക്കിടന്നു. മറ്റു യാത്രക്കാർ എത്തിയപ്പോൾ പ്രതി ഓടി രക്ഷപ്പെട്ടു. യാത്രക്കാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ഈ പെൺകുട്ടി വീണത് കുറ്റിക്കാട്ടിലേക്കായിരുന്നു. പോലീസ് നടത്തിയ തെരച്ചിലിൽ IND പാലത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കൊല്ലം ഭാഗത്തേക്ക് പോയ മെമു ട്രെയിനിൽ കയറ്റി വർക്കല ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു. സ്ഥിതി മോശമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആന്തരിക രക്തസ്രാവമുണ്ട്. എന്തായാലും പെൺകുട്ടിയുടെ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണ്. പ്രതിയെ രാത്രി വൈകി ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു. താനല്ല കൃത്യം ചെയ്തതെന്നും ബംഗാളിയാണ് പെൺകുട്ടിയെ ചവിട്ടിയിട്ടതെന്നും ഇയാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും വളരെ ക്രൂരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എറണാകുളത്ത് ഭർത്താവിന്റെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു സോനുവും അർച്ചനയും ഇന്നലെ ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരുമിച്ചാണ് യാത്ര തുടങ്ങിയത്. ട്രെയിനിന്റെ പുറകിലുള്ള ജനറൽ കോച്ചിലായിരുന്നു സംഭവം. കാര്യമായ പ്രകോപനമില്ലാതെയാണ് പ്രതി ആക്രമിച്ചതെന്ന് അർച്ചന പറയുന്നു. സോനുവിനെ തള്ളിയിട്ടപ്പോൾ ബഹളം വെച്ചതിനാണ് തന്നെയും തള്ളിയിടാൻ ശ്രമിച്ചതെന്നും ചവിട്ടുപടിയിൽ പിടിച്ചു നിന്ന് തന്നെ യാത്രക്കാർ അപായ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയ ശേഷം രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്നും അർച്ചന പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സോനുവിന്റെ CT സ്കാൻ പരിശോധന നടത്തി. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച് വീണ്ടും ആശങ്ക ഉയർത്തുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം വർക്കലയിൽ അരങ്ങേറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.